എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം. സെന്റ് ജോർജിന്റെ വിശേഷങ്ങളാണ്. 38 സ്ഥാപിതമായ തിരുവല്ലാരൂപതയുടെ സ്കൂള് ശോഭനമാണ്, സുന്ദരമാണ്. മാർസേവേരിയോ സ്ഥാപകനാണ്. ഹെഡ് മാസ്റ്ററും കുട്ടികളും പിന്നെ സ്റ്റാഫും ചേർന്നാൽ ജോർജിയൻ കുടുംബം. ജോർജിയൻ ജയ, ജോർജിയൻ ജയ, ജോർജിയൻ ജയ, ജോർജിയൻ ജയ. SSLC റിസൾട്ട് 2025. മല്ലപ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ലയിലും തിരുവല്ല അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിലും ഏറ്റവും മികച്ച SSLC വിജയം കരസ്ഥമാക്കുവാൻ ഈ വർഷം സ്കൂളിന് സാധിച്ചു. 89 കുട്ടികൾ പരീക്ഷ എഴുതിയതായ SSLCയിൽ 18 കുട്ടികൾക്ക് മുഴുവൻ A+ കരസ്ഥമാക്കാൻ സാധിച്ചത് സ്കൂളിന്റെ അഭിമാനകരമായ നേട്ടമാണ്. സ്കൂൾ നേടിയതായ മറ്റു നേട്ടങ്ങൾ: USS പരീക്ഷയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ആദില സിയയ്ക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. നല്ല പാഠം മികച്ച വിദ്യാലയമായി പത്തനംതിട്ട ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെടുകയും മികച്ച അധ്യാപക കോർഡിനേറ്റേഴ്സിനുള്ള അവാർഡ് സ്കൂളിലെ അധ്യാപകർക്ക് ലഭിക്കുകയും ചെയ്തു. ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേഴ്സ് സൊസൈറ്റി ഏർപ്പെടുത്തിയ ഇൻസ്പയറിംഗ് എക്സലൻസ് അവാർഡ് ഫോർ ബെസ്റ്റ് SSLC റിസൾട്ട് ഈ വർഷം സ്കൂളിന് ലഭിച്ചു. അറബിക് കലോത്സവത്തിൽ പത്തനംതിട്ട റവന്യൂ ജില്ലയിലും മല്ലപ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ലയിലും ചാമ്പ്യൻഷിപ്പുകൾ കരസ്ഥമാക്കുവാൻ സ്കൂളിന് സാധിച്ചു. സ്കൂളിന്റെ തനത് പ്രവർത്തനങ്ങൾ: പാവനാടക റാലി. സ്കൂളിൽ ഈ വർഷം രൂപീകരിച്ച പാവനാടക വേദി വഴിയായി ചുങ്കപ്പാറയുടെ സമീപ പ്രദേശങ്ങളിലെ 12 LP UP സ്കൂളുകളിൽ ജോർജിയൻ കുട്ടികളുടെ തന്നെ നേതൃത്വത്തിൽ പാവനാടകങ്ങൾ നടത്തി. കുട്ടികളെ ജോർജിയൻ കുടുംബത്തിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെട്ട ഈ പരിപാടിയിൽ വളരെ ജനപിന്തുണയും സ്കൂളുകളുടെ സഹകരണവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ജോസഫ് മാർ സേവേറിയോസ് സ്മാരക അഖില കേരള ക്വിസ് സീസൺ 2. തിരുവല്ലാതിഭദ്രാസനത്തിലെ എയ്ഡഡ് സ്കൂളുകളുടെ സ്ഥാപകൻ മാർ സേവേറിയോസ് പിതാവിന്റെ സ്മരണയിൽ നടത്തപ്പെടുന്ന പ്രൊഫഷണൽ ക്വിസ് മത്സരത്തിൽ 2ാം വർഷം 26 ടീമുകൾ പങ്കെടുക്കുകയും മത്സരം കൂടുതൽ ശ്രേഷ്ഠവും വിജയകരവുമായി മാറ്റി തീർക്കുകയും ചെയ്തു. ജോർജിയൻ റേഡിയോ ആൻഡ് കുട്ടി RJ പരിശീലനം. സ്കൂളിലെ ഗ്രീൻ സ്റ്റുഡിയോയിൽ ആരംഭിച്ച ജോർജിയൻ റേഡിയോ പദ്ധതിയിൽ കുട്ടികൾ RJ-മാരായി പ്രവർത്തിക്കുന്നു. ഇവർക്കുള്ള പരിശീലനവും റേഡിയോ സ്റ്റേഷന്റെ സന്ദർശനവും മാനാനം സർഗക്ഷേത്ര FM-വുമായി സഹകരിച്ച് RJ ഫാദർ സിജോ ചേനാട് CMIയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ഇന്റർ സ്കൂൾ ചാച്ചാജി കളറിംഗ് മത്സരം സീസൺ 3. ശിശുദിനത്തോടനുബന്ധിച്ച് ഇന്റർ സ്കൂൾ ചാച്ചാജി കളറിംഗ് മത്സരം ഈ വർഷവും നടത്തപ്പെട്ടു. സമീപ പ്രദേശങ്ങളിലെ 15-ൽ പരം LP UP സ്കൂളുകളിലെ എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കുകയും ഓരോ സ്കൂളിലെയും ഓരോ ക്ലാസ്സിലെ വിജയികൾക്ക് ഏകദേശം 200-ൽ പരം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകുകയും ചെയ്തു. യെസ് ഓർ നോ ലഹരി വിരുദ്ധ ക്യാമ്പയിനും സ്കൂൾ മികവുത്സവവും. കുട്ടികളുടെ കഴിവുകളോട് യെസ് പറഞ്ഞ് ലഹരിയോട് നോ പറഞ്ഞ് ജോർജിയൻ കുട്ടികളുടെ നേതൃത്വത്തിൽ ചാലാപ്പള്ളി മുതൽ എരുമേലി വരെയുള്ള 10 കവലകളിൽ യെസ് ഓർ നോ ക്യാമ്പയിൻ നടത്തി. സ്കൂൾ മികവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഓട്ടം തുള്ളൽ വളരെയധികം ജനശ്രദ്ധ നേടുകയും പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു. 3 പകലുകൾ കുട്ടികളും അധ്യാപകരും അനധ്യാപകരും ഈ യജ്ഞത്തിനായി മാറ്റിവെച്ചത് സ്കൂളിന്റെ പൊതു ഉത്തരവാദിത്വത്തെ കാണിക്കുന്നു. കുട്ടിക്കൃഷി. കാർഷിക ദിനത്തോടനുബന്ധിച്ച് സമ്പൂർണമായി കുട്ടികളുടെ തന്നെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കപ്പ കൃഷിയുടെ വിളവെടുപ്പ് നടത്തും. ജിയോ ആൻഡ് ജിയ ചാറ്റ് ബോട്ട്. കേരളത്തിലെ സ്കൂളുകളിൽ ആദ്യമായി നടപ്പിലാക്കിയ സ്കൂൾ ചാറ്റ് ബോട്ടുകളായ ജിയോ ജിയ സേവനങ്ങൾ പൊതുജനത്തിനായി ഇപ്പോഴും ലഭ്യമാണ്. ഇൻവെസ്റ്റിച്ചർ സെറമണി. കുട്ടികളുടെ ഇടയിൽ നിന്ന് മികച്ച നേതാക്കന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കായുള്ള ഇൻവെസ്റ്റിച്ചർ സെറമണി വളരെ ആഘോഷകരമായ രീതിയിൽ ഈ വർഷവും സ്കൂളിൽ നടത്തപ്പെട്ടു. ജോർജിയൻ കളിക്കളം. കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കായിക പരിശീലന വേദിയായ ജോർജിയൻ കളിക്കളം ഔദ്യോഗികമായി സ്കൂളിൽ ആരംഭം കുറിക്കുകയും പ്രിയപ്പെട്ട അധ്യാപകരുടെയും അനധ്യാപകരുടെ സഹകരണത്തോടുകൂടി എല്ലാ ദിവസവും രാവിലെ കുട്ടികൾക്കായി കൃത്യമായ കായിക പരിശീലനം നടത്തപ്പെടുകയും ചെയ്യുന്നു. സ്കൂളിൽ നടത്തപ്പെട്ട മറ്റു പരിപാടികൾ: ദിനാചരണങ്ങൾ, പ്രവേശനോത്സവം. പുതിയതായി കടന്നു വന്ന 74 കുട്ടികളെ വളരെ ഊഷ്മളമായ രീതിയിൽ സ്വീകരിച്ചു. ഹരിത രജിസ്റ്റർ, പ്രൊജക്ട് പുനരുപയോഗ്, വൃക്ഷത്തൈ നടിയിൽ SUPW കോമ്പറ്റീഷൻ. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ അവയർനെസ് സെഷൻ, വാവ് ഇംഗ്ലീഷ് പ്രൊജക്ട്, ലഹരി വിരുദ്ധ സെമിനാറും വായന ദിനാചരണവും. വായന ദിനത്തിനോടനുബന്ധിച്ച് അക്ഷരപ്പച്ച, അന്താരാഷ്ട്ര യോഗ ദിനാചരണം, ലഹരി വിരുദ്ധ ദിനാചരണ, ആന്റി ഡ്രഗ് ഇൻസ്റ്റാളേഷൻ, കുട്ടി ഡോക്ടേഴ്സ് റൗണ്ട്സിൽ,
ബഷീർ ക്യാൻവാസ്, ചാന്ദ്രദിനത്തിൽ ലൂണാർ, ബോർഡ് ഗെയിം, മെഡിക്കൽ ചെക്കപ്പ്, സുബ്രതോ കപ്പിൽ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷന് ജൂനിയർ പെൺകുട്ടികൾ അർഹരായി. സയൻസ് ഇന്നോവേഷൻ മാരത്തോണിൽ ദേശീയ തലത്തിൽ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ ശ്രേഷ്ഠകരമായ വിജയം കരസ്ഥമാക്കിയതിന്റെ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. വളരെ ആഘോഷകരമായ രീതിയിൽ ജോർജിയൻ സ്കൂൾ ഒളിമ്പിക്സ് ഈ വർഷം നടത്തപ്പെട്ടു. ജോർജിയൻ മാമാങ്കം, ഓണാഘോഷം, സ്കൂൾ കലോത്സവം, ഓറ, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ പ്രോഗ്രാം ബോധനയുമായി ചേർന്ന് നടത്തി. പുഷ്പഗിരി ഗ്രാമാശുപത്രിയോട് ചേർന്ന് സ്കൂളിലെ കുട്ടികൾക്കായി, വളരെ പ്രത്യേകിച്ച് NCC വിദ്യാർത്ഥികൾക്കായിട്ട് പ്രൊജക്ട് വിഷൻ എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ചികിത്സാ സഹായ പദ്ധതി നടപ്പിലാക്കി. ഡെന്റൽ ക്യാമ്പ്, കുട്ടികൾക്കായിട്ട് കൗൺസിലിംഗ് പ്രോഗ്രാം, കുട്ടികൾക്കായിട്ട് ഓൺലൈൻ അവയർനെസ് പ്രോഗ്രാം നടത്തി. NCCയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ നേവൽ ബേസ് സന്ദർശിക്കുകയും NCC കേഡറ്റ്സിന് വളരെ നവ്യമായ ഒരു അനുഭവം ഇതിലൂടെ ലഭ്യമാവുകയും ചെയ്തു. ആനന്ദം, ക്രിസ്തുമസ് ആഘോഷവും വിജയികളായ കുട്ടികളുടെയും സംഗമവേദിയായ പ്രതിഭാ സംഗമവും നടത്തപ്പെട്ടു. സ്കൂൾ വാർഷികവും ഹെഡ് മാസ്റ്റർ വർഗീസ് ജോസഫ് സാറിനുള്ള യാത്രയയപ്പും. എല്ലാ വർഷവും കൃത്യമായ രീതിയിൽ നമ്മുടെ സ്കൂൾ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്കൂൾ മാഗസിന്റെ പ്രസിദ്ധീകരണം വളരെയധികം ശ്രദ്ധേയമായ തനത് പ്രവർത്തനമാണ്. അഖിലേന്ത്യാ തലത്തിൽ 1000-ഓളം സ്കൂളുകൾ പങ്കെടുത്തതായ സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ കേരളത്തിൽ നിന്ന് ആദ്യത്തെ 100 സ്ഥാനങ്ങളിൽ സ്ഥാനം നേടുവാൻ സെയിന്റ് ജോർജസ് ഹൈസ്കൂളിന് സാധിച്ചു. മലയാള മനോരമയുടെ നല്ല പാഠ പ്രവർത്തന മികവിൽ ഈ കഴിഞ്ഞ വർഷം കേരളത്തിലെ സംസ്ഥാനത്തിലെ തന്നെ 14 ജില്ലകളിലെ 42 സ്കൂളുകളിൽ നിന്ന് ഒരു സ്കൂളായി സെയിന്റ് ജോർജസ് ഹൈസ്കൂൾ ഉയർത്തപ്പെട്ടു. മലകളും കുന്നുകളും കയറിയിറങ്ങി കടന്നുവരുന്ന വിദ്യാർത്ഥികളുള്ള ഗ്രാമീണ അന്തരീക്ഷമായ ചുങ്കപ്പാറയുടെ മണ്ണിൽ 88 വർഷമായ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ജോർജിയൻ കുടുംബത്തിന് ഭാഗമാകാൻ സാധിച്ചതിൽ അഭിമാനപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിനായി സമർപ്പിക്കുന്നു.